പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് പത്രവാർത്തകളുമായി സനോജാണ് ചേരുന്നത്. സനോജ്, ഗുഡ് മോർണിംഗ്. എന്തെല്ലാമാണ് ഇന്നത്തെ പത്രവാർത്തകൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമായിട്ട് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. മറ്റൊന്ന് വിമാന ഗതാഗതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യോമ ഗതാഗതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് ഗതാഗതത്തെ അല്ലെങ്കിൽ വ്യോമ മേഖലയെ കാര്യമായിട്ട് ബാധിച്ചു എന്നുള്ളതും അത് വളരെ ഈ വാർത്തകൾക്ക് രണ്ടും വലിയ പ്രാധാന്യം എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. തടികാക്കാൻ രാഹുൽ എന്നുള്ള തരത്തിലേക്ക് അത് എന്തായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ, അല്ലെങ്കിൽ ഈ അന്വേഷണം എങ്ങനെ പോവും, അല്ലെങ്കിൽ രാഹുൽ എവിടെയുണ്ട്, ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി അടുത്ത മണിക്കൂറുകൾ അടക്കം പോകുന്നത്. ഏതായാലും അതിൽ തന്നെയാണ് പത്രങ്ങൾ ഇന്ന് നിന്നിട്ടുള്ളത്. ജാമ്യാപേക്ഷയിലെ രാഹുലിൻ്റെ വാദം ആയുധമാക്കാൻ പോലീസ് എന്നാണ് മലയാള മനോരമ 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. കൂടുതൽ രേഖകളുമായി രാഹുൽ കോടതിയിൽ. ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. രാഹുൽ വക്കാലത്തൊപ്പിട്ട് മടങ്ങി എന്ന് വിവരം എന്നും മലയാള മനോരമയുടെ വാർത്തയിൽ പറയുന്നുണ്ട്. ഒപ്പം ഉൾപേജുകളിൽ മനോരമയുടെ ഉൾപേജിൽ പറയുന്നു, അറസ്റ്റ് ഒഴിവാക്കാൻ കരുനീക്കം. ഒപ്പം കോടതിയിൽ കൂടുതൽ രേഖകൾ രാഹുൽ സമർപ്പിച്ചു. രാഹുലിൻ്റെ വാദം ഇക്കാര്യത്തിലുള്ള വളരെ കൺസെൻഷ്വലായിരുന്ന കാര്യങ്ങളാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഏതായാലും രാഹുൽ ഇക്കാര്യത്തിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്നു. പരിചയം സംബന്ധിച്ച് ഒക്കെ തന്നെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഏതായാലും മനോരമ അത് ഉൾപേജിൽ രാഹുലിനെ ന്യായീകരിച്ച മുഖപ്രസംഗമെന്നും ആ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തെ കോൺഗ്രസ് നേതാക്കൾ തള്ളിയെന്നും പറയുന്നുണ്ട്. കൗമുദിയുടെ 1-ാം പേജ് തലക്കെട്ട് തന്നെ തടികാക്കാൻ രാഹുൽ എന്നാണ്. യുവതിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി എന്ന് ആ വാർത്തയിൽ പറയുന്നു. ഒപ്പം രാഹുലിനെ കണ്ടത് വിവാഹം ഒഴിഞ്ഞ ശേഷമെന്ന യുവതി പറയുന്ന കാര്യവും അതിൽ ചേർത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന സൈബർ കൂട്ടങ്ങൾ ഇക്കാര്യത്തിൽ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന പശ്ചാത്തലത്തിൽ അക്കാര്യത്തിൽ ചില ക്ലാരിറ്റി കൂടെ ഈ വാർത്തകളിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. 1-ാം പേജിൽ മാതൃഭൂമി ഒളിവിൽ തുടരുന്നുവെന്നാണ് തലക്കെട്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുമെന്നും മാതൃഭൂമി പറയുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ചർച്ചകളിൽ സംഭവിച്ചു, ഇതിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള അതൃപ്തിയും നേതാക്കൾക്കിടയിലുള്ള ഭിന്നത അടക്കമുള്ള കാര്യങ്ങൾ ഉൾപേജിൽ അവർ വലിയ രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു. ദേശാഭിമാനി ഇതിൻ്റെ ഈ വാർത്ത ഇന്ന് ഉൾപേജിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി 7-ാം പേജിൽ അക്കാര്യത്തിൽ വളരെ കൃത്യമായി പറയുന്നു. അതായത് ആയുധമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കൂട്ടുപ്രതി KSU മുൻ നേതാവ് എന്നൊരു വാർത്ത കൊടുത്തിരിക്കുന്നു. ഒപ്പം രാഹുലിനെ പിന്തുണച്ച വീക്ഷണം കോൺഗ്രസിൽ ഭിന്നത എന്നും എല്ലാം കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞാണ് ഇത് സംഭവിച്ചത് എന്ന് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നു. ഏതായാലും മംഗളത്തിൻ്റെ തലക്കെട്ട് ഇതിൽ രാഹുൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, എന്തെല്ലാം അഭിഭാഷകർ മുഖേന ഈ കാര്യങ്ങൾ അറിയിച്ചു, അതായത് അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ മുഖേന എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഉന്നയിച്ചത്, ആ വാദങ്ങൾ സംബന്ധിച്ചും മംഗളം തലക്കെട്ടിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം മാധ്യമം രാഹുലിൻ്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ മൊഴി എന്ന ഒരു ആംഗിളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ സൈബർ അറ്റാക്ക് രാഹുലിന് അനുകൂലമായി ഒപ്പം ഈ യുവതിക്കെതിരായും വരുന്ന സാഹചര്യത്തിൽ എന്താണ് അതിജീവിത പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് സംബന്ധിച്ച് ആ മൊഴിയുടെ വിശദാംശങ്ങൾ മാധ്യമം തലക്കെട്ടിൽ നൽകിയിട്ടുണ്ട്. ജന്മഭൂമി ആ വാർത്തയെ സമീപിച്ചിരിക്കുന്നതും വാദങ്ങൾ നിരത്തി രാഹുലും അതിജീവിതം എന്നാണ്. പക്ഷെ അവർ പകരം ശബരിമല വാർത്തയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് അറസ്റ്റ് ഉടനെയില്ല, അജണ്ട വേറെ, ഇത് ഈ സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത മറയ്ക്കാനാണ് എന്ന മട്ടിലേക്ക് ആ വാർത്തയെ വേറെ തരത്തിൽ ട്വീക്ക് ചെയ്തിട്ടാണ് ജന്മഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ രാഹുൽ വാർത്തയിൽ തന്നെയാണ് പ്രധാനമായിട്ട് പത്രങ്ങളെല്ലാം നിൽക്കുന്നത്. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ വാർത്ത എന്ന് പറയുന്നത് ഈ വിമാനയാത്ര കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കൗമുദി 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ ഇത് 338 സർവീസുകളെ ബാധിച്ചു. അതായത് എയർബസ് A320 യാത്രാ വിമാനങ്ങളിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള സർവീസുകളെ ബാധിച്ചു. 6000 വിമാന സർവീസുകൾ ഇന്നലെ വെളുപ്പിന് നിർത്തിവെച്ചു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടാണ് എയർബസിൻ്റെ A320 എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന 100ഓളം വിമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണെന്ന് വളരെ പ്രാധാന്യത്തോടുകൂടെ അത് പല പത്രങ്ങളും നൽകിയിരിക്കുന്നു. കാരണം സുപ്രഭാതം തലക്കെട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഇത് കാരണം ലോകം മുഴുവൻ ആ രീതിയിലേക്കുള്ളൊരു
യാത്രകളും അല്ലെങ്കിൽ ആ രീതിയിൽ ധാരാളം സർവീസുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളടക്കം. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവരും വളരെ വിശദമായി തന്നെ കൊടുത്തിരിക്കുന്നു. വ്യോമഗതാഗതം താറുമാറാക്കി എയർബസ് ആശങ്കയുടെ ആകാശത്ത് നിന്ന് സുപ്രഭാതം നൽകിയിരിക്കുന്നു. ഒപ്പം മറ്റു പത്രങ്ങളും സിറാജ് അടക്കമുള്ള പത്രങ്ങളെല്ലാം തന്നെ ഇത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹിന്ദുവിലും ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി വന്നിരിക്കുന്നു. A320 വിമാനങ്ങൾ വർക്ക്ഷോപ്പിൽ എയറിലായി യാത്രക്കാർ എന്ന് മാധ്യമത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഈ വാർത്ത വലിയ പ്രാധാന്യത്തിൽ എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. വീക്ഷണം ഇന്ന് നമ്മൾ അത് എടുക്കണം എന്ന് വിചാരിച്ചതിൻ്റെ ഒരു കാരണം എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാനും കൂടെയാണ്. കാരണം വീക്ഷണം ഇന്ന് സ്വാഭാവികമായിട്ടും ഈ വാർത്തയിൽ നിന്ന് കാര്യമായി മാറി തന്നെ അവർ കൊണ്ടുപോയിരിക്കുന്നു കാര്യങ്ങളെ. കൂട്ടുകൊള്ളയിൽ കണ്ണികളെല്ലാം കുടുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല വാർത്തയിലേക്ക് വീക്ഷണം വന്നിരിക്കുന്നു. ശബരിമല കട്ടളപ്പാളി കടത്തൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കുരുക്കിൽ ബൈജുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളി എന്ന് വീക്ഷണം പറയുന്നു. ഒപ്പം ഈ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള വേട്ടയ്ക്ക് പുതിയ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൂടെ വീക്ഷണം നൽകിയിട്ടുണ്ട്. കാരണം പരാതിക്കാരിയുടെ കത്തിൽ 21 പേജുകൾ മാത്രം അതായത് 21 പേജുകൾ മാത്രം, ബാക്കിയുള്ള പേജുകൾ കൂട്ടിച്ചേർത്തു. ജയിൽ സൂപ്രണ്ടിൻ്റെ നിർണായകമായ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത വീക്ഷണം നൽകിയിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിൽ ഒരു ഡിഫൻസ് കോൺഗ്രസ് ഔദ്യോഗികമായി ഇതെല്ലാം പറയുമ്പോഴും ഒരു വലിയ ഡിഫൻസ് കൊണ്ടുവരാനുള്ള ശ്രമം വീക്ഷണത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കേന്ദ്രത്തിൻ്റെ ഈ EPF-മായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്ന് അട്ടിമറിച്ചു എന്നുള്ള കേന്ദ്ര നിർദ്ദേശം അട്ടിമറിച്ചു എന്നുള്ളൊരു വാർത്ത ഇന്ന് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയൊരു ദിവസം കൂടിയാണ്. മറ്റൊന്ന് നമ്മുടെ കമൽഹാസനും മഞ്ജു വാര്യരും കൂടെ സംസാരിക്കുന്ന അത് മലയാള മനോരമ പത്രത്തിൻ്റെ അവരുടെ ഫോർത്തൂസ് എന്ന് പറയുന്ന സാഹിത്യ പരിപാടിയിലെ ആ ചടങ്ങിൽ സംസാരിക്കുന്ന വാർത്തയ്ക്ക് ഒരു കൗതുക വാർത്ത എന്ന രീതിയിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഞാൻ വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ നമ്മൾ പറയേണ്ട രസകരമല്ല, അത് വളരെ ക്രൂരമായൊരു കാര്യം കൂടിയാണ്. അതിൽ അങ്ങനെ ഒരു വാർത്ത ഞാനിന്ന് കണ്ടത്, നല്ലൊരു തലക്കെട്ടായി കണ്ടത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയുടെ 7-ാം പേജിൽ കസ്റ്റഡി മർദ്ദനം സംബന്ധിച്ച് മനുഷ്യാവകാശ അതായത് വർഷം ശരാശരി 2 കസ്റ്റഡി മരണം നടക്കുന്ന സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ച നിയമപ്രകാരം നൽകേണ്ട വിവരം നൽകാൻ ആഭ്യന്തര വകുപ്പിന് മടി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഇന്ന് കൊച്ചിയിൽ നിന്ന് VS സിജു എഴുതിയിരിക്കുന്നു. അതിൻ്റെ തലക്കെട്ട് ഇടിക്ക് കണക്കില്ല എന്നാണ്. ആ വാർത്ത അങ്ങനെ ഒരു ആംഗിളിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ 17 കസ്റ്റഡി മരണങ്ങൾ, ഒപ്പം ഇത് നൽകാൻ പോലീസ് ബാധ്യസ്ഥരാണ്. പോലീസിനോട് ചോദിച്ച ചോദ്യങ്ങൾ 2016 ഏപ്രിൽ 1 മുതൽ എത്ര പേർ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായി, ഈ കാലയളവിൽ എത്ര പേർ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് മരിച്ചു, എത്ര മാവോവാദികൾ വെടിയേറ്റ് മരിച്ചു, പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ പേരിൽ എത്ര പേർ പിരിച്ചുവിടപ്പെട്ടു, ഇതിന് മറുപടി കൃത്യമായി നൽകിയില്ല എന്നുള്ള ഒരു കാര്യം കൂടെ അവർ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വലിയ വിമർശന വിധേയമായ വാർത്തയായി തന്നെ വന്നിരിക്കുന്നു. സ്പോർട്സിൽ ദക്ഷിണാഫ്രിക്കയെതിരായിട്ടുള്ള ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം എന്നുള്ളത് മാധ്യമം സ്പോർട്സിൽ നല്ല രസകരമായി കൊടുത്തിരിക്കുന്നു. രാഹുൽ മെൻ ഇൻ ബ്ലൂ എന്നുള്ള തലക്കെട്ടിലൊപ്പം പരിക്കിനെ ബെഞ്ചിലിരുത്തി കളം നിറഞ്ഞ് നെയ്മർ എന്നൊരു വാർത്തയും ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കയെതിരായിട്ടുള്ള ഏകദിന പരമ്പര കൂടാതെ തന്നെ അത്ര തന്നെ തുല്യ പ്രാധാന്യത്തിൽ നെയ്മറിൻ്റെ കളി, അതായത് തരംതാഴ്ത്തൽ ഭീഷണിയിൽ നിന്ന് സാൻഡോസിനെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുത്തി പരിക്കിനെ ബെഞ്ചിലിരുത്തി കളം നിറഞ്ഞ് നെയ്മർ എന്നൊരു വാർത്ത വളരെ രസകരമായ സ്പോർട്സ് വാർത്തയും അവർ നൽകിയിട്ടുണ്ട്. ഹിന്ദുവിൽ ഇന്ന് ശ്രീലങ്കയിലെ ഈ പറയുന്ന ചുഴലിക്കാറ്റ് വലിയ നാശം വിതച്ചതുമായി ബന്ധപ്പെട്ട ഈ ഡിറ്റ്വ എന്തൊക്കെ രീതിയിൽ അതിനെ എത്ര കണ്ട് ഡിവാസ്റ്റേറ്റ് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച വാർത്ത ഹിന്ദു 1-ാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഒപ്പം മലയാള മനോരമയിൽ ഇന്ന് ബാലചന്ദ്ര മേനോൻ്റെ പഴയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായിരുന്ന ബാലചന്ദ്ര മേനോൻ്റെ ഒരു ഈ ആരോപണം, സമാന്തരങ്ങൾ സിനിമ സംബന്ധിച്ച് ദേശീയ പുരസ്കാരങ്ങൾ അട്ടിമറിച്ചെന്ന് ബാലചന്ദ്ര മേനോൻ്റെ ഒരു വെളിപ്പെടുത്തൽ നൽകിയിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ ദിവസത്തെ ജൂറി അംഗത്തിൻ്റെ വെളിപ്പെടുത്തൽ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ജൂറി അംഗം പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ് അതിൽ പറയുന്നത്. അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന പുരസ്കാരം
ലഭിച്ചില്ല എന്ന് വർഷങ്ങൾക്ക് ശേഷം ബാലചന്ദ്ര മേനോൻ പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് സ്പോർട്സിൽ അവരുടെ തലക്കെട്ടിന്ന് മലയാള മനോരമയും ഒപ്പം തന്നെ മാതൃഭൂമിയും ഒരേ ശൈലിയിൽ തലക്കെട്ടിട്ടിരിക്കുന്നു. റാഞ്ചുമോ എന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 1-ാം ഏകദിനം എന്ന് ആ വാർത്ത മനോരമയും വളരെ രസകരമായി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം ജൂനിയർ ലോകകപ്പിൽ ഒമാനെ 17-0 കീഴടക്കി മൂന്ന് ഇന്ത്യൻ താരങ്ങൾക്ക് ഹാട്രിക് എന്നൊരു വാർത്തയും ഉണ്ട്. ദീപികയുടെ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് അവസാനിപ്പിക്കും. അത് ദീപികയുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത. സംസ്ഥാനത്ത് 3 വർഷത്തിനിടെ 4477 പേർക്ക് HIV എന്നുള്ളൊരു വാർത്തയാണ്. മയക്കുമരുന്ന് കുത്തിവയ്പ്പിലൂടെ രോഗം പകർന്നത് 361 പേർക്ക്. കൗമാരക്കാരിലും യുവാക്കളിലും എണ്ണത്തിൽ വർധന. ഇതിൽ മുന്നിൽ എറണാകുളമാണ്. സംസ്ഥാനത്ത് HIV ബാധിതരുടെ, അതായത് ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്ന തരത്തിലേക്കുള്ളൊരു ആംഗിളിൽ തന്നെയാണ് ആ വാർത്ത അവർ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സൺഡേ അടക്കം വളരെ രസകരമായി വായിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് തെരഞ്ഞെടുപ്പും കൂടെ വരുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദങ്ങളും സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നു. നല്ല തണുപ്പുള്ള ദിവസം എന്ന് തന്നെ പറയും. ഒരു മഴയുടെ ലാഞ്ചനയുള്ള ദിവസം കൂടിയാണ് ഹർഷൻ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു ഹാപ്പി സൺഡേ പറഞ്ഞുകൊണ്ട്, ഒപ്പം ഹർഷനും പറഞ്ഞുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സനോജ്.